കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഇത് മുഴുവനായിട്ട് സമർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്ന എല്ലാ മക്കളെയും നീ പ്രത്യേകമായി സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ സ്വന്തം ജീവിതത്തിൻ്റെ പാരാഭാരത്തിൽ തുഴഞ്ഞ് കൈ രണ്ടും തളർന്ന് ആരും സഹായത്തിനില്ലെന്ന് അന്താളിപ്പോടെ നോക്കുന്ന അനേകം മക്കൾ ഇന്ന് ഉണർന്നിട്ടുണ്ട്. ഈശോയെ, അവരെ സന്ധിക്കാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥനകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യർക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുവെന്ന് കർത്താവേ നീ പറഞ്ഞല്ലോ. ഈശോയെ, അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങളിൽ അങ്ങ് സത്താലുവാണ്. ഈശോ മാത്രമല്ല, പരപിതാവ് സത്താലുവാണ്. അതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം. ഈശോയെ, ഓരോ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിൽ സങ്കടപ്പെട്ട് ഞെരിയുന്ന മക്കളെ അവിടെ കഴിവ് കൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലെങ്കിൽ എൻ്റെ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, അവർക്ക് സ്വന്തം അമ്മയായിക്കൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ എങ്ങനെയാണ് കർത്താവേ മുങ്ങിപ്പോയപ്പോൾ നീ കൈ കൊടുത്തതുപോലെ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും മനസ്സുകൊണ്ട്, സാമ്പത്തിക തകർച്ച കൊണ്ട്, രോഗം കൊണ്ട് മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും നീ കൈ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടലിൻ്റെ മീതെ നടന്നു വന്നവനെ കർത്താവേ കൈനീട്ടി നീ ഞങ്ങളുടെ മക്കളെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ആണല്ലോ കർത്താവേ കൈയും കാലുമായി ക്രിസ്തുവായി കടലിൻ്റെ മീതെ നടന്നു വന്നത്. അതുപോലെ ആ കരുണ കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ കൈ ഉയർത്തുന്ന എല്ലാ മക്കളുടെ മേലും നീ കൈ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടകൾ നടത്തിയവരുണ്ട്, അത് പൂട്ടാൻ പോകുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയാൻ പാടില്ല, അത് വിഷമിക്കുന്നവരുണ്ട്. ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ കരകയറുമ്പോഴും അവർ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ വിഷമിക്കുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ, ചുറ്റി പിടിച്ച് ജപ്തിയായി പോകുന്നവരുണ്ട്. അടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ജപ്തിയായി പോകുന്നവരുണ്ട്. ചില വാടകക്കാർ കയറിയിട്ട് വാടകയ്ക്ക് ഇന്ന് ഇറങ്ങിപ്പോകാത്തവരുണ്ട്. അതിൻ്റെ പേരിൽ അത് കൊടുക്കാനും പറ്റുന്നില്ല. കുടുംബത്തിലെ പുതിയ ചിലവുകൾ നടത്താനും പറ്റണില്ല. അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. വഴിയില്ലാത്തവരുണ്ട്. ഈശോ, നടന്ന് കയറാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടക്കാത്തവരുണ്ട്. അങ്ങനെ പല പല വിഷമതകൾ കൊണ്ട് കർത്താവെ ആരോടും പറയാതെ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് ഓർത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് തൊണ്ടേ പഴുത്ത പോലെ വിഴുങ്ങി തെറിക്കരുത് മനുഷ്യൻ. പക്ഷേ ഇന്ന് ഉടമ്പടി എല്ലാത്തിനും സമാധാനം മാതാവ് അതിലൂടെ പറയുന്ന കാരണം ആ വിശ്വാസത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും അവരെന്താണ് എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ മേൽ ദൈവഹിതമാണെങ്കിലും ആ ദൈവമേ ആ വിഷയത്തിനും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാക്ഷ്യം പറയാൻ മക്കൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ള അടയാളങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ കർത്താവ്, വിദേശ മക്കൾ ജോലിക്ക് അവർ പഠിക്കാൻ പോയി, കുടുംബത്തെ 10-40 വർഷം കടമായി. പക്ഷെ അവർക്ക് അവിടെ പഠിക്കുന്ന സ്ഥലത്ത് ജോലി കിട്ടണില്ല. അവർ തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും ദൈവമേ? അതിവിടെ അവർ ജീവിച്ചതിനേക്കാൾ കഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരെ ഇന്ന് നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. ഇത് ഇന്നത്തെ പ്രാർത്ഥന, ഇന്നത്തെ നിയോഗമാണ് കർത്താവ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കുടുംബത്തിൻ്റെ മെയിൻ്റെനൻസ് നടക്കാത്ത കാരണം ക്ഷുദ്രജീവികൾ കയറി പലതരത്തിലുള്ള പഴുതാരകളും പലതരത്തിലുള്ള ജീവികളൊക്കെ കയറി ഉറങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. ഈശോയെ, അവരെ അതെല്ലാം കൊണ്ട് സഹിച്ച് ആര് സഹിക്കും, ആര് രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് നിരവിച്ച് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, അവരെല്ലാം സന്ധികളെ പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ അമ്മ കാണിച്ചു തരുന്നുണ്ട്. ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രായമായിട്ട് ഗർഭിണികളായവരെ കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് പ്രായമായിട്ട് ഗർഭിണികളുടെ ഗർഭത്തിൻ്റെ പ്രോബ്ലം ഉള്ളവരെ കാണിച്ചു തരുന്നുണ്ട്. അതിനെല്ലാം ഇപ്പോഴും വലത് കരുത്തെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശിൻ്റെ അടയാളത്തിൽ എന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത്, പേരറിയാവുന്നതോ അറിയാൻ പാടില്ലാത്തതോ വിഷയമായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തു നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിൻ സർവ്വീശ്വരൻ. ആമേൻ.